Legacy Teaching Journal. Learn daily, win surely. ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ. ഇനി വരുന്ന എക്സാമുകളിൽ ഇതും കൂടി പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ആർക്കൊക്കെ ഏതൊക്കെ ഫിലിംസിനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്കാണ്. അത് ഏത് സിനിമയിലെ അഭിനയത്തിനാണെന്നറിയോ? അത് ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനാണ്. അപ്പോൾ ഈ ബ്രഹ്മയുഗത്തില് വേറെ ഏതൊക്കെ ആക്ട്രസിനാണ്, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് നമുക്ക് അങ്ങനെ ആ രീതിയിൽ പഠിച്ചു പോവാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ മികച്ച നടനുള്ള അവാർഡ് ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രല്ല മികച്ച സ്വഭാവ നടൻ ബ്രഹ്മയുഗത്തിലെ സിദ്ധാർത്ഥ് ഭരതന് ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിലെ സിദ്ധാർത്ഥ് ഭരതനും മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിന് സൗബിൻ ഷാഹിറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നോട്ട് ചെയ്യാം, ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് സിദ്ധാർത്ഥ് ഭരതന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ മികച്ച മേക്കപ്പിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ബ്രഹ്മയുഗത്തിലെയും ബൊഗൈൻ വില്ലയിലെയും മേക്കപ്പിനാണ്. അത് റോണക് സേവ്യർക്കാണ്. റോണക് സേവ്യർ മികച്ച മേക്കപ്പ് മാൻ ആണ് റോണക് സേവ്യർ. ഇനി അടുത്തത് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ക്രിസ്റ്റോ സേവ്യറിനാണ്. ക്രിസ്റ്റോ സേവ്യർക്ക് ബ്രഹ്മയുഗത്തിലെ പശ്ചാത്തല സംഗീതത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് നോക്കുന്നത് മികച്ച നടി. മികച്ച നടി ഫെമിനിച്ചി ഫാത്തിമ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ഷംല ഹംസയ്ക്കാണ്. ഷംല ഹംസ. ഇനി ഈ ഫെമിനിച്ചി ഫാത്തിമയിലെ ആ സിനിമയിലെ ഏതൊക്കെ വ്യക്തികൾക്കാണ്, ഏതൊക്കെ രംഗത്താണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം. മികച്ച നടിക്കുള്ള പുരസ്കാരം നമ്മുടെ ഷംല ഹംസയ്ക്ക് ഫെമിനിച്ചി ഫാത്തിമയിൽ ലഭിച്ചു. പിന്നെ മികച്ച നവാഗത സംവിധായകന് അത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ഫിലിമുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഫാസിൽ മുഹമ്മദിനാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച നവാഗത സംവിധായകനാണ് ഫാസിൽ മുഹമ്മദ്. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ ഫാസിൽ മുഹമ്മദിനാണ്. അപ്പോൾ ഇദ്ദേഹമാണ് മികച്ച നവാഗത സംവിധായകൻ, ഒരു പുതിയ സംവിധായകൻ എന്ന രീതിയിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഫാസിൽ മുഹമ്മദിനാണ്. അത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ചിദംബരത്തിനാണ്. മികച്ച സംവിധാനം മഞ്ഞുമൽ ബോയ്സ് എന്ന ചലച്ചിത്രത്തിലെ മികച്ച സംവിധാനത്തിനാണ് മികച്ച സംവിധായകൻ എന്ന പുരസ്കാരം ചിദംബരനെ തേടിയെത്തിയിട്ടുള്ളത്. അപ്പോ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരവും ചിദംബരത്തിന് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചലച്ചിത്രത്തിൽ. മികച്ച തിരക്കഥാകൃത്ത് എന്ന പുരസ്കാരവും മഞ്ഞുമൽ ബോയ്സിന് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച സംഗീത സംവിധായകൻ. മികച്ച സംഗീത സംവിധായകന് മഞ്ഞുമൽ ബോയ്സിലെ സംഗീത സംവിധായകനായ സുഷിൽ ശ്യാമിനാണ് ലഭിച്ചിട്ടുള്ളത്. സുഷിൽ ശ്യാമിനാണ് മഞ്ഞുമൽ ബോയ്സ്, സുഷിൽ ശ്യാം. അടുത്തത് മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരം ഷൈജു ഖാലിദ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചലച്ചിത്രത്തിലെ മികച്ച ഛായാഗ്രഹണത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം തേടിയെത്തിയിട്ടുള്ളത് മഞ്ഞുമൽ ബോയ്സ്. അടുത്തത് മികച്ച കലാസംവിധാനം. മികച്ച കലാസംവിധാനത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിലെ കലാസംവിധാനമാണ് അജയൻ ചാലിശ്ശേരി. അജയൻ ചാലിശ്ശേരിക്കാണ് മികച്ച കലാസംവിധാനം. അടുത്തത് മികച്ച വസ്ത്രാലങ്കാരം. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം സമീറ സനീഷ്. രേഖാചിത്രം, ബൊഗൈൻ വില്ല എന്നീ 2 ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് സമീറ സനീഷിന് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ്. മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം. മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലിജോമോൾ. ലിജോമോൾ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലിജോമോൾ. നടന്ന സംഭവം എന്ന മൂവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മികച്ച സ്വഭാവ നടന് 2 പേർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മികച്ച സ്വഭാവ നടൻ ആരൊക്കെയാണ്? സൗബിൻ ഷാഹിർ മഞ്ഞുമൽ ബോയ്സ്, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ. അത് ഏത് മൂവിയിലെയാ? നമ്മുടെ ബ്രഹ്മയുഗം അല്ലെ. അടുത്തത് മികച്ച ഗാനരചയിതാവ് വേടനാണ് കിട്ടിയിട്ടുള്ളത്. മികച്ച ഗാനരചയിതാവിനുള്ള ചലച്ചിത്ര പുരസ്കാരം വേടൻ. പിന്നെ ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുട്ടിത്താരങ്ങൾക്ക് ഇത്തവണ പുരസ്കാരങ്ങളില്ല. ഇത്തവണ ബാലതാരങ്ങൾക്കും ബാലചിത്രത്തിനും പുരസ്കാരമില്ല. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇത്തവണ 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങൾക്കും ബാലചിത്രങ്ങൾക്കും പുരസ്കാരം ലഭിച്ചിട്ടില്ല. ആർക്കും തന്നെ പുരസ്കാരം ലഭിച്ചിട്ടില്ല. മികച്ച നൃത്ത സംവിധാനത്തിനുള്ള പുരസ്കാരം ബൊഗൈൻവില്ല എന്ന മൂവിയിലെ നൃത്ത സംവിധാനത്തിന് 2 പേരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. സുമേഷ് സുന്ദർ, ജിഷ്ണുദാസ്, MV എന്നിവര്. പിന്നെ പ്രത്യേക ജൂറി അവാർഡുകൾ പാരഡൈസ് ലഭിച്ചിട്ടുള്ളത് പാരഡൈസ് എന്ന ചിത്രത്തിനാണ്. പ്രത്യേക ജൂറി പരാമർശം 2 വ്യക്തികൾക്കുണ്ട്. ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ. പ്രത്യേക ജൂറി
പരാമർശം ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ. പിന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം CS മീനാക്ഷി, പെൺപാട്ട് താരകൾ എന്ന കൃതിക്കാണ് CS മീനാക്ഷിയെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.